CJPന്റെ സമരം വിജയിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ആഘോഷിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്ക്, ടിക്ടോക്കിൽ എല്ലാത്തിലും CJP ഭയങ്കര വിജയിച്ച്, ഈ സമരം വിജയിച്ച്, ജൻസി പിള്ളർ വിജയിച്ച്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ RSS 110%. നിങ്ങൾക്കാ ഞാൻ വിത്ത് തെളിവ് എവിഡൻസ് എടുക്കും ഞാൻ പറയുന്നത്. ഇതേപോലെ മോഹൻ ഭാഗവത് RSSന്റെ ലീഡർ ഇല്ലേ, ഇന്ന് പത്രസമ്മേളനം രാവിലെ നടത്തിയിട്ട് വിത്തിൻ മണിക്കൂറിന്റെ ഉള്ളിലില്ലേ ഓരെന്താക്കിന്നറിയോ, ക്യാബിനറ്റ് കൂടിയിട്ട് അത് പിൻവലിച്ച്. എന്താണ് ഭാഗവത് പറഞ്ഞത്? അടുക്കം ഞാൻ ഇതിൽ വെക്കുന്ന വീഡിയോ വെക്കാം. സ്റ്റുഡൻസിന്റെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറയണമെന്ന് ആരോട് പറഞ്ഞ്? സർക്കാർ അത്രയും പെട്ടെന്ന് ക്യാബിനറ്റ് ഒന്ന്. ഇതുപോലെ പണ്ടൊരിക്കൽ സംഭവിച്ചു. ഇതിനേക്കാളും വലിയ സമരം, കാർഷിക സമരം നടന്നിട്ടാകുമ്പോ ഒരാൾ പോലും ഇല്ലേ ഇതിലേക്ക് നിന്നിട്ടില്ല. പിന്നെ ഈ ദീപക് അയാള് വരുമ്പോ ഇല്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടായിരുന്നു, പബ്ലിസിറ്റി കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, വെറുതെ ഞാൻ പറയുന്നതിനാകാന്നല്ല, നിങ്ങൾ പഠിക്കണം, ഗൂഗിൾ അടിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഇതിൽ വിജയമൊന്നുമല്ല. എന്നിട്ട് മോഹൻ ഭാഗവത് പ്രസ്താവന ഇറക്കിയതിന് ശേഷമാണ് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇതുപോലെ 2 കൊല്ലത്തിന് മുന്നേ ശിവലിംഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ പള്ളിന്റെ UP കുറേ കർണാടക അങ്ങോട്ടെല്ലാം പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കുറെ പ്രശ്നങ്ങൾ, ആന്ധ്രയിലെ കുറെ പ്രശ്നങ്ങൾ, ശിവലിംഗത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അന്താരാഷ്ട്ര ലെവലിൽ ഇത് ഭയങ്കര വിഷയം വരുമ്പോഴാണ് മോഹൻ ഭാഗവത് ഇതുപോലെ ഒരു പ്രസ്താവന ഇറക്കി. ശിവലിംഗത്തിന് പറ്റങ്ങളില്ല, അവരവരുടെ പള്ളി നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് മുസ്ലിമിനെ സപ്പോർട്ട് ആക്കിയിട്ടുള്ള ഒരു പോസ്റ്റ് ഇന്നും കിടപ്പുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. RSS മുസ്ലിമിനെ സപ്പോർട്ട് ആക്കി എന്ന് പറഞ്ഞിട്ട് കുറെ ആൾ കൈയടിച്ചിട്ടില്ലേ, ഓർമ്മിച്ചോ? 2 കൊല്ലം മുന്നത്തെ സംഭവമാണ് പറയുന്നത്. അതേപോലത്തെ ഒരു പ്രസ്താവന ഇന്ന് ഇറക്കി സർക്കാർ ഇന്നുള്ള RSS പറഞ്ഞ പോലെയാണ്. RSS എന്ത് പറയുന്നു അതുപോലെ ഇന്ന് രാത്രി എന്ന് പറഞ്ഞ രാത്രി, പകൽ എന്ന് പറഞ്ഞ പകലും. ഇതുവരെ കൊടുക്കാത്ത ഒരു ഇതാണ് ആര് കൊടുത്തു? മോഹൻ ഭാഗവത് പത്രസമ്മേളനം നടത്തിയപ്പിനാണ് ഈ സമരത്തിന് ഒരു ക്യാബിനറ്റ് കൂടിയിട്ട് അയാൾ പുറത്താക്കി. ഓക്കെ, അയാളെ പുറത്താക്കിയത് സന്തോഷമേ ഉള്ളൂ. അയാളാട്ടി വലിയൊരു RSSകാരനാണ് കൊണ്ടുവന്നിട്ട് ഇരുത്തിയത്. അത് മനസ്സിലാക്കണം. വിത്ത് പ്രൂഫ് എവിഡൻസ് ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇത് പറയുന്നില്ല, എനിക്ക് സമയമില്ല. എന്ന് കുറച്ച് സമയത്തിനുള്ളിൽ എനിക്കിത് പറയാൻ പറ്റും. കുറെ ആയിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്നുണ്ട്, അതിൽ ഫുള്ളായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. ഓക്കെ, ഇതേ പേരിൽ കല്ലു വാശിക്കെന്ന് പറഞ്ഞിട്ട് ഒന്ന് സബ്സ്ക്രൈബ് എല്ലാവരാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ യൂട്യൂബിൽ വരാം, കുറച്ച് ആൾക്കാരുടെ ആപ്പിന്. ഇതെല്ലാവർക്കും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മോഹൻ ഭാഗവത് ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി ഈ സംഭവം ഇതുപോലെയാണ്. ഇതില് എൻ്റെ ഒരു ചിന്താഗതിയിലാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടില്ലേ, എല്ലാവരും ഒന്ന് അറിയണം. ഞാൻ അങ്ങനെ വിജയിക്കുന്നെങ്കിൽ കർഷക സമരം വിജയിക്കേണ്ടി. കർഷക സമരത്തിലില്ലേ ഇതിന്റെ എത്രയോ ഇരട്ടി ആൾക്കാർ കർഷക സമരത്തിലുണ്ടായി. എല്ലാവരും കണ്ടതല്ലേ എത്ര പേരെ സമരം. ഇതിലെത്ര കുറച്ച് പിള്ളേർ ജൻസി പിള്ളേർ സംഭവം പിള്ളേരുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു അണ്ടറിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കർഷക സമരത്തിലില്ലേ കുറെ ആൾക്കാരുണ്ടായി, പക്ഷെ അത് വിജയിച്ചില്ലല്ലോ. ഇതെങ്ങനെ വിജയിച്ചു? അപ്പോ ഇതുകൊണ്ട് പല ഉദ്ദേശങ്ങളും RSS ഇതുണ്ട്, അജണ്ട. അതിലാണ് ഇത് പോകുന്നത്. അല്ല വലിയ സന്തോഷിക്കാനോ അല്ലെങ്കിൽ വലിയ സംഭവമാക്കാനോ ഒന്നും പോകണ്ട. പക്ഷെ ഇത് അയാൾ രാജിവെച്ചില്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് പോകും എന്ന് ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതുകൊണ്ടൊന്നും ആഘോഷിക്കാനൊന്നും വേണ്ട. പക്ഷെ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, പിന്നെ കേരളത്തിലെ സംഘികൾക്ക് ബുദ്ധി എന്നൊന്നും ഒരു സംഭവം ഉള്ള കൊടുത്തിട്ടില്ല. ഓക്കെ, നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ ക്രിസ്ത്യാനികളും നല്ലവരായ മുസ്ലിമുകളും ഇല്ലേ ഒത്തുചേർന്നിട്ട് കൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒന്നിച്ചു നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ അപകടത്തിലേക്കാണ് നമ്മ പോകുന്നത്. ഈ സംഘികളെ കൊണ്ടില്ലേ നമ്മ അപകടത്തിലേക്കാണ് പോകുന്നത്. ഓരോരോ ആൾക്കാർ സോഷ്യൽ മീഡിയയിലില്ലേ വലിയ വലിയ പേളിമാണി പോലത്തെ ഒരാൾ സംഖ്യ, പക്ക സംഖ്യ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. സൂക്ഷിക്കണം. എത്ര ആൾക്കാരുണ്ട്. എന്നിട്ടില്ല സംഖ്യകളെ സംഖ്യയായിട്ട് കരുതുക. അതിൽ ഹിന്ദു മുസ്ലിം സംഖ്യ വേറെ തന്നെ. സംഖ്യ ഹിന്ദു അല്ല, ഒരിക്കലല്ല. നീ ഹിന്ദുക്കളെ ചോദിച്ചു, എത്രയോ ഹിന്ദുക്കളെ വീട് ഞാൻ കണ്ടതല്ലേ. ഹിന്ദുക്കളെന്തല്ല, സംഖ്യ വേറെ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ BJP ആയതുണ്ട്, RSS ആയതുണ്ട്. BJP അല്ല, RSS ആയതുണ്ട്. BJP കണക്കാണ്, RSS ആയതുണ്ട്. അതെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഇതുപോലെ ഞമ്മയില്ല അവരെ ഫോളോ ആക്കേണ്ട, ഒന്നും ആക്കണ്ട, ദൂരായിരിക്കും. പക്ഷെ നല്ലവരായ ആൾക്കാർ എല്ലാവരും നമ്മൾ സപ്പോർട്ടായിട്ട് മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരും സ്നേഹിക്കുക. സ്നേഹം മാത്രം, സ്നേഹം പറക്കട്ടെ.